എല്ലാവർക്കും നമസ്കാരം. നമുക്ക് രോഗങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് നോക്കാം. നിങ്ങൾക്കൊക്കെ രോഗങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ ഫോളോ ചെയ്യണം. മുന്നത്തെ വീഡിയോയിൽ ഞാൻ വിശപ്പിനെ കുറിച്ച്, ആഹാരം എന്താ കഴിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം. നമുക്ക് ആഹാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടുന്നതാണ് അത്യാവശ്യമുള്ളത് വെള്ളം. എങ്ങനെയുള്ള വെള്ളം കുടിക്കണം എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുക നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം കുടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്നാൽ നമുക്കറിയാം ചില സ്ഥലത്ത് വെള്ളത്തിൻ്റെ ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം കിണറില്ലാത്ത വീടുകളുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ പൈപ്പ് വെള്ളത്തിനായിരിക്കും ആശ്രയിക്കേണ്ടി വരിക. അപ്പം തീർച്ചയായിട്ടും ആ ക്ലോറിൻ ഇട്ട വെള്ളം എന്ത് ചെയ്യുക, ഒരു ചില്ല് പാത്രത്തിൽ എടുത്ത് വെച്ച് അത് അതിൻ്റെ ക്ലോറിൻ പോയതിന് ശേഷം ഒരു മൺകൂജയിൽ വെച്ച് നിങ്ങൾക്കത് ദാഹിക്കുന്ന സമയം കുടിക്കാൻ വേണ്ടി പറ്റും. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണുക്കളുണ്ട് വെള്ളത്തിൽ നേച്ചിട്ട് അത് വെള്ളം തിളപ്പിച്ചാണ് നമ്മൾ കുടിക്കുന്നത്. ഇങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ദാഹം ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കൂടെ ഒരുപാട് വെള്ളം കുടിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. പക്ഷേങ്കിൽ ശരിക്കും നമ്മൾ പച്ചവെള്ളം, ശുദ്ധമായ കിണറിലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ദാഹം പെട്ടെന്ന് ശമിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ചൂടുള്ള സമയത്ത് ശരീരത്തിന് അത്രയും ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ 2022 മുതൽ ഞാനിത് അക്യുപഞ്ചറിൽ വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഈ വെള്ളം കുടിയുടെ മാറ്റം വരുത്തിയതിന് ശേഷം ആ ഒരുപാട് ചൂട് കൂടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഓരോ കാലാവസ്ഥക്കനുസരിച്ച് വെള്ളം കുടിക്കുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. നല്ല മഴയുള്ള സമയത്ത് നമുക്ക് വെള്ളം വേണ്ടി വരില്ല. അപ്പോൾ വളരെ കുറച്ച് വെള്ളം വേണ്ടി വരില്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിലെ വെള്ളം അകത്തേക്ക് അബ്സോർബ് ചെയ്തുകൊണ്ട് നമുക്ക് മൂത്രം ഒരുപാട് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ആ ടൈമിൽ നമ്മൾ വെള്ളം കുടിച്ചതിനെക്കാട്ടി ഡബിളായിട്ട് മൂത്രം പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്കിന്നിന് അങ്ങനെ ഒരു പവറുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു പവർ കൂടി ഉണ്ട്. പക്ഷേ വേനൽക്കാലാകുമ്പോഴത്തേക്ക് നമുക്ക് വേർപ്പിലൂടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വെള്ളം കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം കുടിച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് വായിൽ ചെറിയും ചുണ്ടുകളും നാവും ഒക്കെ നനച്ചുകൊണ്ട് വേണം നമ്മൾ വെള്ളം ഇറക്കാനായിട്ട്, അകത്തേക്ക് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ 3-4 കവിള്, അതായത് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം കൊണ്ടൊക്കെ നമ്മുടെ ദാഹം ശമിക്കുന്നത് കാണാം. വെറുതെ ഓവറായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ എലമെൻറ്റിന് ഡിസ്ഫങ്ഷൻ ഉണ്ടാവുകയും അത് നമുക്ക് പലവിധ അതിൻ്റെ ഓർഗൻസ് ഉണ്ട്. കിഡ്നി, യൂറിനറി, ബ്ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 അവയവത്തിൻ്റെയും ഉള്ള ഊർജത്തിന് വ്യതിയാനം ഉണ്ടാകും ഒരുപാട് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടാണ് ഭയം കൂടുതലായിരിക്കും. ഭയം, ദേഷ്യം ഇങ്ങനത്തെയൊക്കെ വികാരങ്ങൾ കൂടാൻ വേണ്ടിയിട്ട് അത് വെള്ളം കൂടുമ്പോൾ ഇതാകുന്നുണ്ട്, അതും ഡിസ്ഫങ്ഷൻ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കൂടി ദാഹിച്ചാൽ മാത്രം കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടർ എലമെൻറ്റിൻ്റെ ഡിസ്ഫങ്ഷനൊക്കെ കുറക്കാൻ വേണ്ടി പറ്റും. എന്നാലും നമ്മുടെ ശരീരത്തിന് ഒരു ബാലൻസ് വരികയും അത് നമുക്ക് കുറക്കുകയും ചെയ്യുന്നു. ഒരുപാട് വെള്ളം കുടിക്കുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജോയിൻ്റ് പെയിന് വരുന്നത് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ അവർ ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ട് കാണാൻ വേണ്ടി പറ്റും. അവരുടെ ഇതിൽ പെയിന് കുറയുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ദാഹിക്കുമ്പോൾ എന്ത് ചെയ്താലും പച്ചവെള്ളമാണ് കുടിക്കേണ്ടത്. തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ ഇങ്ങനെ പലയാളും ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കും ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാതെ നമ്മുടെ ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക. അത് സന്ധ്യയ്ക്ക് ശേഷം 6 മണിക്ക് ശേഷം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. അതിനുശേഷം ദാഹം വളരെ കുറവായിരിക്കും, ദാഹം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ബിരിയാണി പോലെ എണ്ണയുള്ള ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ, ചായ കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദാഹിക്കും. കാരണം ശരീരത്തിന് വെള്ളം വിടുന്ന ഭക്ഷണ സാധനങ്ങളുണ്ടാവും. ആ ടൈം നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാവുന്നതാണ്. എന്നാലും ഓവറായിട്ട് വെള്ളം ശരീരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ജോയിൻറ്റ് പെയിനും വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ച് അതും ശുദ്ധമായ
പച്ചവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മളൊരു ഫിഷ് ടാങ്കിൽ മത്സ്യത്തിനെ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം തണിഞ്ഞിട്ട് അതിന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു മത്സ്യത്തിന് ഇട്ട് കഴിഞ്ഞാൽ അത് ചത്തുപോകുന്നത് കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ്? അതിന് വേണ്ടുന്ന ഘടകങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ശരീരം ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ജലം കുടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശക്തിയും ഉന്മേഷമൊക്കെ ഒരു ഊർജം ലഭിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കിണറിന്ന് വെള്ളം കിട്ടുന്നവരൊക്കെ അത് അങ്ങനെ പച്ചവെള്ളത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി നോക്കും, നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.